ലോക്ക്ഡൌൺ സമയത്ത് തുടങ്ങിയ ഒരു ശീലമാണ് ചിക്കന്റെ കൂടെ മയണൈസ് നിർബന്ധം. പക്ഷെ ഡയറ്റിംഗിലായതുകൊണ്ട് തന്നെ മയണൈസ് നമുക്ക് കൂട്ടാൻ പറ്റില്ല. പക്ഷെ ഈ കഴിക്കുന്നത് ഒരു ഹെൽത്തി മയണൈസ് ആണ്. ഇതിന്റെ റെസിപ്പി ഞാൻ പെട്ടെന്ന് തന്നെ ഇടാട്ടോ. നാളെ മോർണിംഗ് നമുക്കൊരു ഷൂട്ട് ഉള്ളതുകൊണ്ട് രാത്രി നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഇവിടെ പിന്നെ ചുറ്റും കടലായതുകൊണ്ട് എവിടെ പോയാലും നമുക്ക് നല്ല വ്യൂ കിട്ടും. സൺറൈസിന്റെ സമയത്ത് എത്തണം എന്നായിരുന്നു, പക്ഷെ അത് മിസ്സായി. പിന്നെ കഴിക്കാനുള്ള കുറച്ച് സ്നാക്സും വെള്ളമൊക്കെ എടുത്തിട്ട് നേരെ ബീച്ചിലോട്ട് വിട്ടു. ഫ്രൈഡേ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഒറ്റ മൈൻഡിൽ നാളത്തേക്ക് ഷൂട്ട് എടുക്കാന്ന് പറഞ്ഞ് ഇറങ്ങി. നൈറ്റ് ഇരുന്ന് ഏതൊക്കെ റീൽ ചെയ്യണം എന്നൊരു ലിസ്റ്റ് എടുത്തു. പെട്ടെന്ന് കോസ്റ്റ്യൂം മാറി 3 റീൽ എടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും ഒരുവിധം വെയിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സമ്മറിൽ ഇവിടെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ വെയിൽ കൊണ്ട് ടാൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തലയിൽ കൂടെ തുണി ഇടുമ്പോൾ ഇവിടുത്തെ ആൾക്കാര് കുട്ടി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ബീച്ചിൽ കിടക്കണത് കാണാം വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട്. അറൌണ്ട് മോർണിംഗ് ഒരു 7:30 ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ബീച്ചൊക്കെ ഫുൾ ഓൺ ആയിരുന്നു. തിരിച്ചു പോകുമ്പോഴാണ് ഇത് ഈ ഒരു കാഴ്ച കണ്ടത്. മെറ്റൽ ഡിറ്റക്ടർ ആണ് കേട്ടോ പുള്ളിയുടെ കയ്യിലിരിക്കുന്നത്. പല ഡെപ്തിലുള്ള പലതരത്തിലുള്ള മെറ്റൽസിന് ഓരോരോ സൗണ്ട് ആയിട്ടായിരിക്കും ഡിറ്റക്ട് ചെയ്യുന്നത് ഈ മെഷീൻസ്. അപ്പൊ അത് വെച്ചിട്ട് ആള് കളക്ട് ചെയ്യും എല്ലാതും. ഇവിടെ ഒരു പുള്ളി സർഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെ നല്ല ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ടൂറിസ്റ്റുകൾക്ക് കാണാൻ വേണ്ടിയിട്ടും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും ഇവിടെ കുറച്ച് ബേർഡ്സും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാൾട്ടയിൽ എവിടെ പോകണമെന്നുണ്ടെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് നല്ലൊരു ഓപ്ഷൻ. പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ വീട്ടിലോട്ട്. ബാക്കി നാളെ.